നമുക്ക് നൽകിയിരിക്കുന്ന വചനം ലോകത്തിൻ്റേതല്ല, ബാഹ്യമായ ഒന്നിനെക്കുറിച്ചുമുള്ളതല്ല വചനം. മറിച്ച് അത് മറഞ്ഞിരിക്കുന്ന സത്തയാണ്. പ്രപഞ്ചവും വസ്തുക്കളും അതിലുള്ള ഓരോ വസ്തുവിലും വ്യാപരിക്കുന്ന ഒരു പ്രാഥമിക ചിന്ത അല്ലെങ്കിൽ പദ്ധതി. ഇത് ലോകത്തെക്കുറിച്ചല്ല, മറിച്ച് വചനം ലോകമാണ്, അതിൻ്റെ സൃഷ്ടാവ് കാണുകയും അറിയുകയും ചെയ്യുന്ന പോലെയുള്ള ലോകം. ദൈവം തൻ്റെ സൃഷ്ടി രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ച ബ്ലൂ പ്രിന്റാണ് വചനം എന്ന് വിശുദ്ധന്മാർ പറയുന്നു. ഈ ബ്ലൂ പ്രിന്റിൽ കണ്ടെത്താൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തില്ല. അതിലുപരി വചനം ലോകത്തിനും കാലത്തിനും അപ്പുറമാണ്, ഏതൊരു തരത്തിലുള്ള അസ്തിത്വത്തിനും അപ്പുറമാണത്. ദൈവവും വചനവും ഒന്നാണ്. കാരണം നമ്മുടെ ചിന്തകളെപ്പോലെ അവൻ്റെ ചിന്തകൾ ബാഹ്യമായ ഒന്നിനെക്കുറിച്ചുള്ളതല്ല. അവ അവനിൽ ഒരു മാറ്റവും വരുത്തുന്നുമില്ല. അവൻ്റെ ജ്ഞാനം, ഹിതം എല്ലാം മാറ്റമില്ലാത്ത ലളിതമായ ഏകത്വമാണ്. വചനം ദൈവമാകുന്ന ഏകത്വം. പക്ഷേ ആ അനന്തമായ ജ്ഞാനത്തെ അദ്ദേഹം അതിൻ്റെ പരിശുദ്ധിയുടെയും അവനുമായുള്ള അതിൻ്റെ അടുത്ത ബന്ധത്തിൻ്റെയും ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ 1000 മടങ്ങും കോടിക്കണക്കിന് മടങ്ങും അതിലധികവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിമിതമായ ഭൗമിക പദങ്ങളിലേക്ക് സംഗ്രഹിച്ചു. പിന്നെ അദ്ദേഹം അത് പഠിക്കാനും പര്യവേക്ഷണം ചെയ്യാനും വികസിപ്പിക്കാനും നമ്മുടെ കൈകളിൽ തന്നു. നമ്മുടെ മനസ്സ് വചനത്തെ പൂർണ്ണ വ്യക്തതയോടെ ഗ്രഹിക്കുമ്പോൾ ആ ദൈവികമായ ആന്തരിക ജ്ഞാനം നാം ഗ്രഹിക്കുന്നു. ചിന്ത, ഗ്രാഹ്യം, പ്രയോഗം എന്നിവയുടെ പ്രക്രിയയിൽ നാം പൂർണ്ണമായും മുഴുകിയിരിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും സത്തയായ ആ അനന്തമായ ജ്ഞാനത്താൽ നമ്മളും അസ്തിത്വം തിരിച്ചറിയുന്നു. നമ്മൾ വചനത്തെ ഗ്രഹിക്കുമ്പോൾ വചനം നമ്മയും ഗ്രഹിക്കുന്നു. വചനം ദൈവമല്ല. സത്യത്തിൽ നമ്മളും ആ സത്തയുടെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു.